ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൈവനിയോഗം അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചാൽ അവൻ അറിഞ്ഞ യേശുവിനെ, അവൻ അനുഭവിച്ച യേശുവിനെ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ പകർന്നു കൊടുക്കും? നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ പ്രവർത്തികളിലൂടെ, നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവർക്ക് യേശുവിനെ, എന്നെ കാണുന്നവൻ യേശുവിനെ കാണുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വളരാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് വിശ്വാസ പരിശീലനം നമ്മെ ഓരോരുത്തരും ഓർമ്മപ്പെടുത്തുന്നത്. എന്താ ചീരുട്ടത്ത് ചൂട്ടായി മിന്നും മണ്ണിന്നേറ്റുമേഘം പോൽ കൂടെരിഞ്ഞ പക്ഷിക്ക് വിണ്ണിൻ ചില്ലപ്പൂ തരുമോ കിനാവ് കൊണ്ടൊരു കളിമുറ്റം വിദൂരമേതു ദേശം ആ കിനാവിനാൽ തിരമ്പുമോ നാളെ. മിഴിയോരം നനയുകയോ മനമെങ്ങോഴുകയോ ഒരു കൂട്ടം കഥകളുമായി ഇളം കാറ്റിൽ ഇടവഴിയിൽ ഒരു കാലം തിരികെ വരും. ചെറുതൂവൽ ചിരി പകരും തലോടും താനേ കഥ തുടരും. 12 വർഷത്തെ വിശ്വാസ പരിശീലനം കഴിഞ്ഞ് ഈ 12 വർഷം ലഭിച്ച ഓരോ വിശ്വാസം ഇനി ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ 12 വർഷക്കാലം വിശ്വാസത്തിൽ ഞങ്ങൾ വളർത്തിയ ഓരോരുത്തരെയും നന്ദിയോടെ ഓർക്കുകയാണ് ഈ അവസരത്തിൽ. കേവലം ഒരു ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് സെൻറ്റൻസസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് പകരം ഓരോരുത്തരും, ഓരോ അധ്യാപകരും, അതുപോലെ തന്നെ ഈ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തു പോയ ഓരോ വൈദികരെയും സന്യസ്തരെയും ഒക്കെ ഓർക്കുകയാണ്. ഓരോരുത്തരും ഞങ്ങൾക്ക് പകർന്നു നൽകിയ വിശ്വാസം ടെക്സ്റ്റ് ബുക്കിലെ സെൻറ്റൻസസിന് പകരം അവർ തങ്ങളുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും മൂല്യങ്ങളും ഞങ്ങൾക്ക് പകർന്നു നൽകിയിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരെയും വളർത്തിയത്. അതുപോലെ തന്നെ ഒരു കൂട്ടായ്മയായിട്ട് രൂപപ്പെടുത്തിയത്. കൂട്ടായ്മയുടെ കാര്യം പറയുമ്പോൾ ഞങ്ങൾ വ്യത്യസ്തരായിരുന്ന ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് ചേർക്കുകയും ഒത്തൊരുമയോടെ ഒരു ഇടവകയിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞു തന്നത് ഈ ഓരോ അധ്യാപകരും അതുപോലെ തന്നെ അച്ഛന്മാരുമാണ്. ഇവരൊക്കെ ഏറെ സ്നേഹത്തോടെ അതുപോലെ തന്നെ നന്ദിയോടെയാണ് ഈ അവസരത്തിൽ ഓർക്കുന്നത്.